ഓരോ ദേവതാരൂപങ്ങളും വ്യത്യസ്ത ഭാവങ്ങളാണ്. ഇപ്പോൾ ശിവന്റെ അതേ രൂപമാണോ വിഷ്ണുവിൻ്റെ? വിഷ്ണുവിൻ്റെ രൂപമാണോ ബ്രഹ്മാവിൻ്റെ? അവരുടെ രൂപമാണോ ഗണപതിയുടെ? ആണോ? അല്ല, ഓരോ രൂപവും വ്യത്യസ്തമാണ്. അവർ കയ്യിൽ ധരിച്ചിരിക്കുന്ന ആയുധങ്ങൾ, വസ്ത്രങ്ങൾ, അല്ലേ, അവരുടെ വാഹനങ്ങളൊക്കെ വ്യത്യസ്തമാണ്. എന്തിനാണ് ഈ വ്യത്യസ്തം എന്ന് പറയുന്നത്? കാരണം വിവിധ തരത്തിലുള്ള അറിവുകളെ, മനസ്സിലായില്ലേ, നമ്മളിലേക്ക് പകരുവാൻ വേണ്ടിയിട്ടാണ്. അറിവുകളാണ് ഈ പ്രതീകങ്ങളായി ഇവരുടെ രൂപമായും ആയുധമായും വസ്ത്രമായും ഒക്കെ തന്നെ ഇവർ കൊണ്ടു നടക്കുന്ന സാധനങ്ങളൊക്കെ ഒരു പ്രതീകങ്ങളാണ്. പ്രതീകം എന്ന് പറഞ്ഞാൽ എന്താ? മറ്റൊന്നിനെ നമ്മളിലേക്ക് ബോധ്യപ്പെടുത്താൻ ഉപകരിക്കുന്ന വസ്തുക്കളെയാണ് പ്രതീകം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? മറ്റ് ഏതെങ്കിലും ഒരു കാര്യത്തെ ബോധ്യപ്പെടുത്താൻ. ഇപ്പം നമ്മൾ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഈ റോഡിൽ ചില സൂചനാ ബോർഡുകൾ വെച്ചിട്ടുണ്ട്, അല്ലേ? ഈ സൂചനാ ബോർഡുകൾ ഒരു പ്രതീകമാണ്. അടുത്ത് പാലമുണ്ട്, അല്ലെങ്കിൽ റെയിൽവേ ക്രോസ് ഉണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ സ്കൂളുണ്ട്, അല്ലേ? ഒരു കുട്ടി ബാഗ് പിടിച്ചോണ്ട് സ്കൂളുണ്ട്. ഹോസ്പിറ്റലാണെങ്കിൽ അധിക ചിഹ്നം, അല്ലേ? ഹോസ്പിറ്റലുണ്ട്. അപ്പം ഈ ചിഹ്നം കാണുമ്പോൾ നമുക്ക് എന്ത് തോന്നും? ഇന്ന സ്ഥാപനങ്ങൾ ഇതിനടുത്തുണ്ട്, അല്ലേ? സ്കൂളുള്ളിടം വരുമ്പോൾ നമ്മൾ സ്പീഡ് കുറയ്ക്കണം. റെയിൽവേ ട്രാക്ക് ഉള്ളിടത്ത് പോകുമ്പോൾ ക്രോസ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. ഇങ്ങനെയൊക്കെയുള്ള ഓരോ പ്രതീകങ്ങൾ വെക്കും. ഇതുപോലെയാണ് ഈശ്വര രൂപങ്ങളൊക്കെ പ്രതീകങ്ങളാണ്. അല്ലാതെ ഈശ്വരൻ ഇങ്ങനെ ഒരു രൂപമാണെന്ന് ഒരിക്കലും നമുക്ക് കൽപ്പിക്കാൻ പറ്റില്ല. കാരണം എന്താ? നമുക്ക് എത്ര ഈശ്വരന്മാരുണ്ട്? എത്ര ഈശ്വരന്മാരാ ഉള്ളത്? എത്ര ഈശ്വരന്മാരുണ്ട്? 26ാമത്തെ യജ്ഞം കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പോഴും സംശയമോ? എത്ര ഈശ്വരന്മാരുണ്ട്? ഒന്നേ ഉള്ളൂ. നിസ്സംശയം പറയണം. ഹിന്ദു ധർമ്മത്തിൽ പറയുന്ന ഈശ്വരൻ ഒന്നു മാത്രമേ ഉള്ളൂ. അപ്പൊ ചോദിക്കും ശിവനും വിഷ്ണുവും ദേവിയൊക്കെ, അല്ലേ? അടുത്ത ചോദ്യം അത് വരാം, സ്വാഭാവികമാണ്. ചോദ്യങ്ങൾ ഉയരട്ടെ, അതിനുള്ള ഉത്തരവും ഉണ്ട്. ചോദ്യങ്ങൾ ഉയർന്നാലേ ഉത്തരത്തെ അറിയാൻ സാധിക്കൂ. ചോദ്യങ്ങൾ ഉയരാതെ ഇന്നുവരെ ആരെങ്കിലും ഏതെങ്കിലും ഉത്തരം അറിഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? സ്കൂളിൽ തന്നെ സാറ് പഠിപ്പിക്കുന്ന പാഠഭാഗം പഠിപ്പിച്ചങ്ങ് പോകും. മുഴുവൻ പഠിപ്പിച്ചതിന് ശേഷം സാറ് പിന്നെ പഠിപ്പിക്കുന്നത് എന്താ? ചോദ്യവും ഉത്തരവുമാണ്, അല്ലേ? അല്ലെങ്കിൽ അത് വായിച്ചങ്ങ് പോകത്തുള്ളൂ. പിന്നെ ചോദ്യവും അതിൻ്റെ ഉത്തരവും. അപ്പൊ ചോദ്യങ്ങൾ വന്നാലേ ഉത്തരങ്ങൾ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് ജിജ്ഞാസയുള്ളവനെ അറിവ് നേടാൻ സാധിക്കും. കാരണം എന്താ? അറിയാനുള്ള ആഗ്രഹം, അതാണ് ചോദ്യം. അറിയാനുള്ള ആഗ്രഹം ഉണ്ടാവണം, ത്വരയുണ്ടാവണം, ഏത് കാര്യത്തിലും ഉണ്ടാവണം. അല്ലാതെ കണ്ണടച്ച് വിശ്വസിക്കരുത്. മനസ്സിലായില്ലേ? ആ കണ്ണടച്ച് വിശ്വസിക്കുന്നവരാണ് നമ്മൾ ഇന്നലെയും മെഞ്ഞാന്നൊക്കെ പറഞ്ഞേ ഭഗവാൻ അങ്ങനെയൊക്കെ ചെയ്യും, ഭഗവാൻ ഇങ്ങനെയാ, അതെന്താ അങ്ങനെ? അത് ഭഗവാനല്ലേ? ഇങ്ങനെയൊക്കെ പറയുന്നത് എപ്പോഴാണ്? കണ്ണടച്ച് വിശ്വസിക്കുമ്പോഴാണ്. അങ്ങനെയല്ല, നമ്മുടെ യുക്തി ഉപയോഗിച്ചുകൊണ്ട്, മനസ്സിലായോ, നമ്മൾ അതിനുള്ളിലേക്ക് പ്രവേശിക്കണം. ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം അതിൽ തന്നിട്ടുള്ള ഒരു ദർശനമാണ് ഹിന്ദുവിൻ്റേത്. അതിനെ ഒറ്റ ഉദാഹരണം പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവും. സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ നേരിട്ട് അർജുനന് കൊടുത്ത ഉപദേശമല്ലേ ഭഗവത്ഗീത, അല്ലേ? ഭഗവത് വാണിയായി നമുക്ക് നേരിട്ട് ലഭിച്ചിരിക്കുന്ന ഒരേ ഒരു ഗ്രന്ഥമേ ഉള്ളൂ, അത് ഭഗവത്ഗീത മാത്രം. ബാക്കി എല്ലാ ഗ്രന്ഥങ്ങളും ഭഗവത് തത്വങ്ങളെ അറിഞ്ഞ ഋഷിമാർ എഴുതിയതാണ്, അല്ലേ? ഭാഗവതമാണെങ്കിൽ വ്യാസൻ ശ്രീശുകൻ പറഞ്ഞ് കേട്ട് കിട്ടിയ അറിവ്, അച്ഛൻ പകർന്ന അറിവ് ശ്രീശുകൻ പരീക്ഷത്തിന് പകർന്നു കൊടുക്കുന്ന രീതിയിൽ വ്യാസൻ എഴുതി. ദേവി ഭാഗവതം എങ്ങനെ എഴുതിയതാ? അവിടെ സൂത പൗരാണികനും ജനമേയന് വ്യാസൻ ഉപദേശിച്ചതും, അല്ലേ, ശ്രീശുകൻ ഉപദേശിച്ച തത്വത്തെയും എഴുതി. ഇങ്ങനെ അറിഞ്ഞതിനെ പറഞ്ഞത് എഴുതിയതാണ് ബാക്കി പുരാണങ്ങളെല്ലാം. മനസ്സിലായില്ലേ? നേരിട്ട് ഭഗവാനിൽ നിന്ന് വരുന്ന വാണികൾ എന്ന് പറയുന്നത് ഏകമായി എഴുതിയിട്ടുള്ളത് ഏതാണ്? ഗീതയാണ്, ഭഗവത്ഗീതയാണ്. ആ ഭഗവത്ഗീത അർജുനന് ഉപദേശിച്ച് കഴിഞ്ഞിട്ട് ഭഗവാൻ പറയുന്നുണ്ട്, അർജുന, ഇത് മുഴുവൻ ഞാൻ ഉപദേശിച്ചതാണ്, അതുകൊണ്ട് ഇത് മുഴുവൻ നീ അങ്ങ് പാലിക്കണം. ഇത് പാലിച്ചില്ലെങ്കിൽ നിനക്ക് ദൈവനിന്ദ വരും എന്നങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. അതിന് പകരം എന്താ ഭഗവാൻ പറഞ്ഞേ? അർജുന, നിനക്ക് വേണ്ടിയുള്ളതെല്ലാം ഞാൻ പറഞ്ഞു, മനസ്സിലായില്ലേ? ഇനി ഇതിൽ നിന്ന് ഏതിനെ സ്വീകരിക്കണം എന്നുള്ളത് നിന്റെ ഓപ്ഷനാണ്, നിർബന്ധമില്ല. കാരണം എല്ലാവർക്കും എല്ലാം ഒരുപോലെ സ്വീകരിക്കാൻ പറ്റുമോ? അവരവരുടെ സ്വഭാവവും രീതികളും അനുസരിച്ചിട്ട്, സംസ്കാരവും അനുസരിച്ചിട്ട് അവർക്ക് സ്വീകരിക്കാൻ പറ്റൂ. ഇപ്പൊ കുറേ സാധനങ്ങൾ ഒരു സദ്യക്ക് ഇലയിൽ വിളമ്പി വെച്ചു നോക്കുക. മധുരം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ആദ്യം മധുരമുള്ളതായിരിക്കും തൊട്ട് നോക്കുന്നത്, ശരിയല്ലേ? ഇനി മധുരം അങ്ങോട്ട് ഇഷ്ടമില്ലാത്ത ആളാണെങ്കിൽ എന്തായിരിക്കും? പുളിപ്പ് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ആദ്യം അച്ചാറായിരിക്കും തൊട്ട് നോക്കാൻ പോകുന്നത്.
ആണോ അല്ലയോ? അവരവർക്ക് ഇഷ്ടം എല്ലാവരും ഒരുപോലെ ആയിരിക്കും. ഒരു സദ്യക്ക് പല കറികൾ വിളമ്പിയാൽ ഒരേ നാട്ടുകാർ വന്നിരുന്ന് കഴിക്കുന്നിടത്ത് എല്ലാവരും ആദ്യമേ ഇന്ന കറി അങ്ങനെയാണ് തൊടുന്നത്. ആണോ? അവരവരുടെ ഇഷ്ടം അനുസരിച്ച് വിടും. ഇതുപോലെയാണ് എല്ലാ കാര്യത്തിലും ഓരോ വ്യക്തിക്കും അഭിരുചിയുണ്ട്, അതിനുള്ള സ്വാതന്ത്ര്യവും ഉണ്ടാവണം. മനസ്സിലായില്ലേ? ആ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തി എല്ലാവരും ഒരേ അളവിലുള്ള വസ്ത്രം ധരിക്കണമെന്ന് ഞാൻ നടക്കുന്ന കാര്യമാണോ? ആണോ? ഈ ലോകത്തുള്ള എല്ലാവരും ഒരേ വസ്ത്രം ധരിക്കണമെന്ന് നടക്കുമോ? എന്താ കാരണം? മെലിഞ്ഞ ആളുണ്ട്, തടിച്ച ആളുണ്ട്, കുറുകിയ ആളുണ്ടല്ലേ. ഇത്ര രസമായിരിക്കും എല്ലാവർക്കും ഒരേ വസ്ത്രമായി ഒരേ അളവാണെങ്കിൽ. അപ്പൊ അവരവരുടെ അളവ് മനസ്സിലായില്ലേ? അപ്പൊ അതുപോലെ തന്നെ എല്ലാവർക്കും ഒരേ വലിപ്പത്തിലുള്ള തൊപ്പി ധരിക്കാൻ പറ്റില്ല. പറ്റുമോ? ഒരേ വലിപ്പത്തിലുള്ള ചെരുപ്പ് ധരിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അപ്പോൾ വ്യക്തിപരമായ വൈയക്തികമായ സ്വാതന്ത്ര്യം പോലെ തന്നെ മനസ്സിലായില്ലേ, എല്ലാ ജീവിത രീതിയിലും എല്ലാവർക്കും ഒരേ തൊഴിൽ ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും നടക്കില്ല. എല്ലാവർക്കും ഒരേ കൂലി കൊടുത്ത് തൃപ്തിപ്പെടുത്താൻ പറ്റുമോ? ലോകത്ത് അങ്ങനെ പരീക്ഷിച്ച ഒരു നാടായിരുന്നു റഷ്യ. അവസാനം കൂപ്പ് കുത്തി ഇടിഞ്ഞ് തമ്മിലടിച്ച് കലകിച്ച് തീർന്ന്. എന്താ കാര്യം? ഡോക്ടർക്കും കൃഷിക്കാരനും മനസ്സിലായില്ലേ, ചായക്കട നിൽക്കുന്നവനും എല്ലാവർക്കും ഒരേ ശമ്പളം. എന്നിട്ട് അതിനൊരു പേരും പറഞ്ഞു സോഷ്യലിസം. പക്ഷെ അവസാനം എന്ത് പറ്റി? തമ്മിലടിച്ച് തീർന്നു. ഒരിക്കലും അങ്ങനെയല്ല. വ്യത്യസ്തതയുണ്ട്. ഓരോ മനുഷ്യനും വ്യത്യസ്തതയുണ്ട്. ചിലപ്പോൾ ഒരാൾക്ക് ചൂടുവെള്ളം കുടിക്കാനായിരിക്കും ഇഷ്ടം. ചിലപ്പോൾ നിങ്ങളെ തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് ചിലപ്പോൾ എന്തായിരിക്കും ഇഷ്ടം? തണുത്ത വെള്ളമായിരിക്കും, നല്ല തണുപ്പുള്ള വെള്ളം. ഇടയ്ക്കിരിക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ തണുപ്പും ചൂടും വേണ്ട, സാധാരണ വെള്ളം കുടിക്കുന്നതായിരിക്കും ഇഷ്ടം. ശരിയല്ലേ? അപ്പൊ അടുത്തിരിക്കുന്നവൻ പറയാം, പറ്റത്തില്ല, നീയും ചൂടുവെള്ളം കുടിച്ച തിളപ്പിച്ച വെള്ളം എടുത്ത് മറ്റേ വായിക്കത്തോട് ഒഴിച്ചു കൊടുക്കാൻ പറ്റുമോ? ഒരിക്കലും ചെയ്യാൻ പാടില്ല. ആ ഏകാധിപത്യവും അടിച്ചമർത്തലുകളും ഇല്ലാത്ത ഏക വിശ്വാസ പ്രമാണം ലോകത്തുള്ളത് നമ്മുടേതാണ്. അതുകൊണ്ടാണ് സർവധർമ്മ സമഭാവന. എല്ലാ ധർമ്മത്തെയും അംഗീകരിക്കുക. എത്ര വൈരുദ്ധ്യങ്ങളുള്ള ഈശ്വരാരാധന ഉണ്ടായിട്ടും നമ്മളിപ്പോഴും അടിസ്ഥാനം ഏകദൈവമാണെന്ന് ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഏകം സത്ത് വിപ്രാ ബഹുധാവദന്തി. ഇതാണ് നമ്മുടെ വേദവാക്യം. സത്യം ഒന്നേ ഉള്ളൂ. അതിനെ പല പേരുകളിൽ പല വാക്കുകളിൽ പറയപ്പെടുന്നു. അതുകൊണ്ടാണ് ഭഗവാൻ അർജുനനോട് പറഞ്ഞ, അർജുന, ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു, ഇനി നിന്റെ ബുദ്ധി ഉപയോഗിച്ച്, മനസ്സിലായില്ലേ, എൻ്റെ ബുദ്ധിയിലുള്ളത് ഞാൻ പറഞ്ഞു, ഇനി നിന്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? നീ അത് വേണ്ടും വണ്ണം യുക്തിചിന്ത ചെയ്ത് സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് വിശകലനം ചെയ്ത് സ്വീകരിക്കണം. അതേ കണക്ക് സ്വീകരിക്കണമെന്നല്ല പറഞ്ഞേ, അതേ കണക്ക് സ്വീകരിക്കുന്നത് ജീവിതത്തിൽ ഗുണകരമല്ല. അത് ഈശ്വര കഥകളാണെങ്കിലും പുരാണമാണെങ്കിലും മനസ്സിലായില്ലേ, വ്യക്തിപരമായ ജീവിതമാണെങ്കിലും ഏത് കാര്യവും. ഇപ്പൊ നിങ്ങൾ കടയിൽ നിന്ന് അരി വാങ്ങിക്കൊണ്ടുവന്നാൽ നിങ്ങൾക്കത് എല്ലാവർക്കും അരി വാങ്ങിക്കൊണ്ടുവന്ന എല്ലാവരും അത് അടുപ്പത്തിട്ട് ചോറ് വെച്ച് തന്നെ കഴിക്കണമെന്ന് നിർബന്ധം പറയാൻ പറ്റുമോ? ചിലര് കൊണ്ടുവന്ന് കഞ്ഞിയാക്കി കുടിക്കും, ചിലരത് കൊണ്ടുവന്ന് പൊടിച്ച് പുട്ടാക്കും, ചിലർ ദോശ ഉണ്ടാക്കും, ചിലർ ഇഡലി ഉണ്ടാക്കും, അല്ലേ? ശരിയല്ലേ? ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഉപയോഗപ്പെടുത്തിയാൽ മതി. അപ്പോ അത് അവരവരുടെ ചോയ്സാണ്. അപ്പൊ അവരവർക്കുള്ള ഇഷ്ടത്തിനനുസരിച്ചിട്ട് അവനവന്റെ ബുദ്ധി കൊണ്ട് യുക്തി വിചാരം ചെയ്ത് വേണ്ടതിനെ സ്വീകരിക്കാനുള്ള ആ സ്വാതന്ത്ര്യം എല്ലാ കാര്യത്തിലും നമ്മൾ നിലനിർത്തണം. മനസ്സിലാവുന്നുണ്ടോ? എല്ലാ കാര്യത്തിലും അത് ഈശ്വരചിന്തയിൽ നിലനിർത്തണം. കാരണം എല്ലാ മേഖലകളിലും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ചൂഷണങ്ങളുണ്ട്. പറഞ്ഞ ആശയം മനസ്സിലായില്ലേ? ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ചൂഷണങ്ങളുണ്ട്. ഈ ചൂഷണത്തിന്റെ പരിണിത ഫലമാണ് ഇപ്പൊ നമ്മൾ ശബരിമല പോലെയുള്ള ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ കേൾക്കുന്ന പല വാർത്തകളും. നമ്മളിപ്പോൾ ആകെ ചർച്ച ചെയ്യുന്നവർ പറയുന്നത് എന്താ? ഇത്ര പവന്റെ സ്വർണ്ണമല്ലേ ഉള്ളൂ, അത് കൊടുത്താൽ തീർന്നില്ല പ്രശ്നം. അവിടെ അത്ര പവന്റെ സ്വർണത്തിനല്ല പ്രശ്നം. അവിടെ പോയ 100 പവൻ സ്വർണത്തിന് സ്വർണത്തിന്റെ 1 പവന് 1 ലക്ഷം രൂപ വെച്ചിട്ടാണ് മൂല്യം കണക്കാക്കി അത്രയും പൈസയെ സ്വർണം കൊടുത്താൽ തീരുമെന്ന് പറഞ്ഞാൽ അതല്ല വിഷയം. എന്താ? അയ്യപ്പന്റെ സന്നിധിയിലിരുന്ന് പൂജിക്കപ്പെട്ട സ്വർണം, അതിന്റെ 1 പവന് പുറത്തു വന്നാൽ വിശ്വാസികളായിട്ടുള്ള ആൾക്കാരെ മുമ്പിൽ കൊണ്ടുപോയിട്ട് ഇത് വീട്ടിൽ വെച്ചാൽ ഐശ്വര്യം ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ 1 ലക്ഷം രൂപ വിലയുള്ള സ്വർണത്തിന് 50 ലക്ഷം കൊടുത്തു ആൾക്കാർ വാങ്ങത്തില്ലയോ? പറഞ്ഞൊരു ആശയം മനസ്സിലായോ? അങ്ങനെയുള്ള ചൂഷണത്തിന്റെ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നിലവിലുള്ള സ്വർണത്തിന്റെ വിലയോ സ്വർണമോ അല്ല വിഷയം, ആ വിശ്വാസത്തെ ചൂഷണം ചെയ്യലാണ്.
ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായില്ലേ? ഇന്നടുത്തുനിന്ന് കിട്ടി എന്ന് പറയുമ്പോൾ അതിനൊരു അമൂല്യത വരും. ഇപ്പൊ നമ്മൾ പല ക്ഷേത്രത്തിലും വിഷുവിന് കൈനീട്ടം ചില ക്ഷേത്രത്തിൽ തരാറുണ്ട്, നമ്മൾ പോയി വാങ്ങാറുണ്ട്. വളരെ 1 രൂപയായിരിക്കും ഇങ്ങോട്ട് തരുന്നത്, പക്ഷേ ആ 1 രൂപ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ 100 രൂപയായിരിക്കും തട്ടത്തിൽ അങ്ങോട്ട് കൊടുക്കുന്നത്. ശരിയല്ലേ? അപ്പൊ 100 ആണോ വലുത്, 1 ആണോ വലുത്? വലുത് 100 തന്നെയാണ്. പക്ഷെ ആ 1-ൽ നമ്മൾ എന്ത് കാണുന്നു? ഒരു വിശ്വാസം, അല്ലേ? ആ 1 രൂപ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ആ ധനമൊക്കെ വെക്കുന്ന സ്ഥലത്ത് വെച്ചാൽ അതൊരു ഐശ്വര്യത്തെ വർദ്ധിപ്പിക്കുന്ന ഒരു വിശ്വാസം വന്നപ്പോൾ അത് 100-നേക്കാളും വലിയ വിലയുള്ളതായി മാറും. ചിലപ്പോൾ നമ്മൾ 100 കൊടുക്കുന്നു, ചിലപ്പോൾ ചിലർ 1000 കൊടുക്കും. അതിൻ്റെ ആശയം മനസ്സിലായി? അപ്പൊ അവിടെ വില മതിക്കാനാകാത്ത ആ വിശ്വാസബോധം വർദ്ധിച്ചു വരും. അതുകൊണ്ട് ഇങ്ങനെയുള്ള മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ ചൂഷണവും ഉണ്ടാവാൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഭക്തന്മാര് എപ്പോഴും അവനവന്റെ ബുദ്ധിയെ ഉപയോഗിച്ച് കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അത് മനസ്സിലായില്ലേ? ഇല്ലെങ്കിൽ പല തരത്തിലുള്ള ചില ഈ നമ്മുടെ നാട്ടിൻ പുറത്തിരിക്കുന്ന ചില ആൾക്കാരൊക്കെ ഒറ്റയടിക്ക് ദുർമന്ത്രവാദികളൊക്കെ എണ്ണം കൂടുന്ന കണ്ടിട്ടില്ലേ? കൈവിഷം, കാൽവിഷം, കൂടുപാത്രം, മുട്ടയിൽ കൂടുപാത്രം, എന്തൊക്കെ സാധനമാണെന്നല്ലോ. ഒരിക്കലും യജ്ഞത്തിന് പോയപ്പോൾ ഒരു അമ്മ പറഞ്ഞതാണ്, മോനെ എൻ്റെ അയലത്തുകാരി ഇടയ്ക്കിടയ്ക്ക് മുട്ടയിൽ കൂടുപാത്രം ചെയ്യും, എന്താണ് തിരിച്ച് ചെയ്യേണ്ടത്? ഞാൻ അമ്മയെടുത്ത് പറഞ്ഞു, അമ്മ മുട്ട കിട്ടുമ്പോൾ അത് നല്ല 2 ഉള്ളിയും എടുത്തിട്ട് അരിഞ്ഞ് അല്പം മുളകോട് ഇട്ട് ഒരു ചട്ടി എടുത്ത് അടുപ്പത്തൊട്ടിച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് അതിനകത്ത് ഒഴിച്ചിട്ട് ചുട്ടിട്ട് അങ്ങ് കഴിക്കുക, ഒരു ഓംപ്ലേറ്റ് ആക്കി കഴിക്കുക. കാരണം എന്താ? 10 രൂപയുടെ ലാഭം. മനസ്സിലായില്ലേ? അമ്മ പറയുന്ന ആഴ്ചയിൽ ഒരിക്കൽ, മാസത്തിലൊരിക്കൽ കൂടുപാത്രം ചെയ്യും. എൻ്റെ വീട്ടിലാണെങ്കിൽ ഞാൻ അതായത് ചെയ്യിപ്പിക്കത്തുള്ളൂ. കാരണം എന്താ? വിശ്വാസം അതൊക്കെ വേറെ അന്ധമായതാണ്. അതൊരു ബോധം ഉണ്ടെങ്കിൽ ഇതൊന്നും നമ്മളെ യേശുന്ന കാര്യമല്ല. നേരെ മറിച്ച് അയ്യോ മുട്ട വന്നു, അയ്യോ അപകടമാണ്, അതിന് സിന്ദൂരം തേച്ചിരിക്കുന്നു, ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങിയാൽ ആ ഭയം നമ്മളിത് മാറുമോ? ഈ ഭയമാണ് മുതലെടുക്കും. മനസ്സിലായില്ലേ? അല്ലാതെ ഈ ലോകത്ത് അങ്ങനെയുള്ള തെറ്റായ ഒരു സാധനവും ഇല്ലെന്നേ. പല ക്ഷേത്രങ്ങൾ പോലും ഇത്തരം കാര്യത്തിൽ തെറ്റായ ശൈലികൾ കൊണ്ട് നടക്കുന്നുണ്ട്. കൈവിഷം ഇറക്കുന്ന അമ്പലങ്ങൾ, ഭക്തർ ചെല്ലുമ്പോൾ കുറെ ഇഞ്ചിയും മുളകും എല്ലാം കൂടെ അരച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഓരോ ഗ്ലാസ് കുടിപ്പിക്കും. അത് കഴിയുമ്പോൾ അവൻ ഛർദ്ദിക്കും. കാരണം എന്താ? ഈ ഇഞ്ചി ചില സാധനങ്ങൾ ഉള്ളിൽ ചെന്നാൽ ഛർദ്ദിക്കാനുള്ള ത്വരയുണ്ടാവും. ഛർദ്ദിച്ച് അപ്പുറത്തോട്ട് മുകളിൽ ഛർദ്ദിക്കും. ഛർദ്ദിച്ചിട്ട് വരുമ്പോഴത്തേക്ക് കുറെ കൈവിഷം മുഴുവൻ ഛർദ്ദിച്ചു പോയി. അവനും ഒരു സന്തോഷം, എന്തോ ഒക്കെ അകത്തുനിന്ന് പോയല്ലോ. തമാശക്ക് പറയുന്നില്ല, കേൾക്കുമ്പം വിഷമം തോന്നും. ഈശ്വര ആരാധനകളെ ഇങ്ങനെയൊക്കെ വികലമാക്കുന്ന ഈ കാലഘട്ടത്തിലും, ഇത്രയും വായിക്കാൻ അറിവുള്ള കാലഘട്ടത്തിലും, ഇത്രയൊക്കെ പുരോഗമനമൊക്കെ ശാസ്ത്രപരമായി വന്ന കാലഘട്ടത്തിലും ആ വിദ്യാഭ്യാസമൊക്കെ നേടിയവർ പോലും ഇന്ന് ഭക്തിയുടെ പേരിൽ ഇത്തരം കാര്യത്തിൽ പോയിട്ട് എന്ത് ചെയ്യും? ചിലർ ചോദിക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെ ഛർദ്ദിക്കുന്നത്? ചില സാധനങ്ങളുണ്ടെന്നേ, ചില സാധനങ്ങൾ കഴിച്ചാൽ ഛർദ്ദിക്കും. പറഞ്ഞാൽ ആശയം മനസ്സിലായില്ലേ? കാപഠ്യങ്ങൾ പ്രയോഗിക്കുന്ന ചില സാധനങ്ങൾ ഉള്ളിൽ കഴിച്ചാൽ, നമ്മൾ ചില മരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് വയറുള്ളവാറില്ലേ, ശോധന ലൂസായിട്ട് പോകണം. അതുപോലെ തന്നെയാണ് ഛർദ്ദിക്കുന്ന ചില മരുന്നുകളുണ്ട്. ചില സാധനങ്ങൾ ഉള്ളിൽ ചെന്നാൽ അപ്പോഴേ വൊമിറ്റ്. അത് പ്രത്യേകിച്ചൊരു ടേസ്റ്റ് ഒന്നും നമ്മൾ അറിയില്ല. ഇങ്ങനെ പലതരത്തിൽ. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ ചൂഷണം ചെയ്യപ്പെടും. അവിടെയാണ് ഇവിടെ പറയുന്ന അവനവനൊരു ബുദ്ധി ഉണ്ടാവണം. ആ ബുദ്ധി ഉപയോഗിക്കണം. അത് എല്ലാ ദേവതാരൂപ തത്വങ്ങളെയും പഠിക്കുന്നതിനും അതുണ്ടാവണം. മനസ്സിലായില്ലേ? ഇവിടെയാണ് വിഷ്ണു ഭഗവാന്റെ രൂപം. നമ്മളിപ്പോൾ അതിനാണ് ചർച്ച തുടങ്ങിയത്. അതിലേക്കൊന്ന് നമുക്ക് പെട്ടെന്ന് വരാം. വിഷ്ണു എന്ന് പറഞ്ഞാൽ സ്ഥിതിപാലകനായ ദേവനല്ലേ? ആണോ? സൃഷ്ടി ആരാണ്? ബ്രഹ്മാവ്. സ്ഥിതി ആരാണ്? വിഷ്ണു. സംഹാരൻ ശിവൻ. അപ്പൊ സ്ഥിതി എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ പാലനം മുഴുവൻ, അല്ലേ? ജന്മം കഴിഞ്ഞാൽ അവിടെ ലയനം വരെയുള്ള കാലഘട്ടം മുഴുവൻ ആരിലാണ്? വിഷ്ണുവിലാണ്. അപ്പൊ വിഷ്ണു സ്ഥിതിപാലകനായ ദേവനായ വിഷ്ണുവിനാണ് ചതുർഭുജങ്ങൾ, ശംഖ് ചക്ര ഗദാ പത്മധാരി, ഇല്ലേ? ശംഖ്, ചക്രം, ഗദ, പത്മം, 4 ഉണ്ട്, അല്ലേ? 4 ധരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇവിടെ എന്തിനാണ് ഈ 4 എന്ന് ചോദിച്ചാൽ, കരങ്ങളെന്ന് പറയുന്നത് എപ്പോഴും എന്തിനാണ്? പിടിച്ചു നടത്താനാണ്, അല്ലേ? കരം എന്ന് പറയുന്നത് എടുക്കാനും കൊടുക്കാനും ഉള്ളതാണ് കരം. അപ്പൊ ഈ 4 കരങ്ങളാണ്. 4 കരത്തിൽ 4 വസ്തുക്കളുണ്ട്. ഇവിടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് സഹായകരമായി വർദ്ധിക്കുന്ന ഭഗവത് കരങ്ങളാണ് ഈ 4. എങ്ങനെ? 4 മാർഗങ്ങളാണ്.
മനസ്സിലാവുന്നുണ്ടോ? 4 മാർഗങ്ങൾ നമ്മളെല്ലാവരും അനുഷ്ഠിക്കേണ്ട മാർഗങ്ങളാണ്. അതിന് ഇഷ്ടമുള്ള മാർഗത്തെ നമുക്ക് തിരഞ്ഞെടുക്കാം. 4 മാർഗങ്ങൾ ഏതൊക്കെയാ? നമ്മുടെ ശാസ്ത്രത്തിൽ യോഗം എന്നൊരു വാക്കുണ്ട് അല്ലേ? യോഗം എന്താ? യോഗം എന്താ? യോഗം എന്ന് പറയുന്ന വാക്കെന്താ? നമ്മൾ ചിലപ്പോൾ ചിലരോട് അതിൽ അവൻ്റെ യോഗമാണെന്ന് പറയും. ആ യോഗമല്ല. ഇവിടെ യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൂടിച്ചേരുക, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഈ ആയുർവേദ മരുന്നുകളിലൊക്കെ ചിലത് യോഗം, അഷ്ടാംഗ യോഗം, അങ്ങനെയുള്ള യോഗം എന്ന് പറയുന്നത്. കൂടിച്ചേരുക, ചേരേണ്ട രീതിയിൽ ചേർക്കുന്നതിനെയാണ് യോഗം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ യോഗം എന്ന് പറഞ്ഞാൽ ജീവാത്മാവ് പരമാത്മാവിലേക്ക് ചേരുക. അതാണ് ഏറ്റവും പ്രധാനമായ യോഗത്തിൽ നമ്മുടെയൊക്കെ ജീവൻ അവസാനായി ചേരണം, ഈശ്വരനിൽ ചേരണം. അപ്പം ഈ യോഗമാർഗങ്ങൾ 4 ഈശ്വരനിലേക്ക് ചേരാൻ 4 മാർഗങ്ങളാണ് ഉള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ ജ്ഞാനമാർഗം, അറിവിലൂടെ ഈശ്വരനെ ചേരുക. രണ്ടാമത്തേത് രാജമാർഗം, അവിടെയാണ് തപസ്, ധ്യാനം തുടങ്ങിയിട്ടുള്ള മാർഗങ്ങൾ. മൂന്നാമത്തേത് കർമ്മമാർഗം, നല്ല കർമ്മങ്ങൾ നിഷ്കാമമായി ചെയ്ത് ഭഗവാനെ നേടുക. നാലാമത്തേതെന്ന് പറഞ്ഞാൽ ഭക്തിമാർഗം. മനസ്സിലായില്ലേ? ഈ 4 മാർഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ട്. ഈ 4 മാർഗങ്ങളെ പ്രതീകമാണ് ഭഗവാന്റെ 4 കരങ്ങൾ. അതിൽ സുദർശനം, നമ്മളെ ഇവിടെ വരെ കൊണ്ടുവന്ന് എത്തിച്ച സാധനം അതാണ് സുദർശനം. എന്താ സുദർശനം? സു എന്ന് പറഞ്ഞാൽ നല്ലത്, ദർശനം വെച്ചാൽ കാഴ്ചപ്പാട് അല്ലെങ്കിൽ ജ്ഞാനം. മനസ്സിലായില്ലേ? അപ്പൊ ശരിയായ ജ്ഞാനത്തെ പകരുന്ന ആ ഒരു ജീവിതത്തിൽ ജ്ഞാനം കൊണ്ട് നല്ല കാര്യത്തെ അറിയുന്ന ആ മാർഗം, ആ ജ്ഞാനമാർഗത്തിനാണ് എന്ത് പറയുന്നത്? സുദർശനം എന്ന് പറയപ്പെടുന്നത്. അപ്പൊ എന്തിനാണ് ഇത് ചക്രം എന്ന രീതിയിൽ? ഇവിടെ ജ്ഞാനം എന്ന് പറയുന്നത് എപ്പോഴെങ്കിലും നിലയ്ക്കുന്നതാണോ? ആണോ? അറിവ് എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഭഗവാന്റെ കയ്യിലിരിക്കുന്ന ചക്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഭഗവാന്റെ കയ്യിൽ ചക്രം നിശ്ചലമല്ല, കറങ്ങിക്കൊണ്ടിരിക്കുന്നതാ. അപ്പൊ നിരന്തരം ചലിച്ചുകൊണ്ട് ഒരിക്കൽ പോലും നിൽക്കാതെ ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ് ജ്ഞാനം. മനസ്സിലായില്ലേ അതിന്റെ അർത്ഥം? ഇനി അതിന് കൂർത്ത മുനകളില്ലേ അല്ലേ? എന്തിനാണ്? അജ്ഞാനത്തെ മുറിക്കേണ്ടതാണ്. എന്തുകൊണ്ട്? ജ്ഞാനം കൊണ്ട്. അജ്ഞാനം എന്ന് പറയുന്നത് ദുർബലമായതല്ല. അജ്ഞാനം നമ്മളിൽ പലരിലും വളരെ ശക്തമായി വേരോടി ദൃഢമായി ഇല്ലേ, കഠിനമായിട്ട് നിൽക്കുന്നതാണ്. എത്ര പറഞ്ഞാലും, എത്ര ശരി പറഞ്ഞാലും അംഗീകരിക്കാത്ത ചില ആൾക്കാരില്ലേ? ഇനി എത്ര ശരി വാദിച്ച് പറഞ്ഞാലും അവരവസാനം അവരുടെ വാദത്തിൽ തന്നെ ഉറച്ചിരിക്കും. കാരണം എന്താ? അവരുടെ അത്രയും അജ്ഞാനം ദൃഢമാണ്. മനസ്സിലായില്ലേ? എത്ര ശരിയായ കാര്യം പറഞ്ഞാലും അവരത് കേൾക്കില്ല, അവരതിനെ ധിക്കരിക്കും. അപ്പൊ ദൃഢമായ അജ്ഞാനത്തെ ജ്ഞാനം കൊണ്ട് മുറിക്കണം. അപ്പൊ ഇവിടെ ആ ഒരു മാർഗം എന്താ? ഭക്തനായ ആ ഓരോ വ്യക്തിയും അതിലെ ഒരു മാർഗമാകുന്ന ജ്ഞാനമാർഗത്തെ സ്വീകരിക്കുമ്പോൾ നിരന്തരം ജ്ഞാനം നേടുക. അതാണ് ചലിച്ചുകൊണ്ടിരിക്കുക, നിർത്തലില്ലാതെ ജ്ഞാനം നേടിക്കൊണ്ടേയിരിക്കണം. ആ നേടിക്കൊണ്ടിരിക്കുന്ന ജ്ഞാനചക്രം കൊണ്ട് അവനവനിലുള്ള അജ്ഞാനത്തെ എന്ത് ചെയ്യുക? മുറിച്ചു കളയുക. അന്ധതയെ മുറിച്ചു കളയുക, സ്വയം ശുദ്ധമാവുക. ഇതാണ് ഒരു കരം. ഇനി രണ്ടാമത്തെ ഒരു കരം ശംഖല്ലേ അല്ലേ? ആണോ? ശംഖിന്റെ പ്രത്യേകത എന്താ? ഒരു ജീവശരീരം, ആ ജീവഭാവം അഴുകി മാറിയിട്ടല്ലേ ശംഖ് കിട്ടുന്നത്. ഒരു ജീവിയുടെ തോടാണ് ശംഖ്. മനസ്സിലായില്ലേ? അപ്പൊ ജീവഭാവം, ഞാനെന്ന ജീവഭാവത്തെ ഉപേക്ഷിച്ച്, മനസ്സിലായില്ലേ, അതിന് പകരം ആത്മഭാവം നിറയ്ക്കുന്ന പ്രക്രിയയിലൂടെ ഭക്തൻ കടന്നു പോകണം. എങ്ങനെയാ? ഭഗവാനെ തപസ് ചെയ്യുക. തപസ് ചെയ്യുമ്പോൾ സ്വന്തം ശരീരബോധത്തിലുണ്ടോ? ഉണ്ടോ? തപസ് ചെയ്യുന്ന സമയത്ത് വ്രതാനുഷ്ഠാനങ്ങളൊക്കെ തപസ്സിൻ്റെ ഒരു ചെറിയ രൂപമാണ്. അതുകൊണ്ടാണ് ആ സമയത്ത് ഭക്ഷണവും വിശ്രമവും പലതും ഒക്കെ ഉപേക്ഷിക്കും. തപസ് ചെയ്യുന്നവർ മൃഷ്ടാനം ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായി വന്നിരുന്നിട്ടാണോ? അല്ല, അവർ ഭക്ഷണം ഉപേക്ഷിച്ച് ദൃഢമായ തീരുമാനങ്ങളെടുത്ത് അല്ലേ, ശരീരത്തിൻ്റെ സുഖങ്ങളെ വെടിഞ്ഞ് കാറ്റും മഴയും വെയിലും ചൂടും തണുപ്പും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് തപസ് ചെയ്യുന്നത്. അപ്പൊ കഠിനമായ നിഷ്ഠകളിലൂടെ ശരീരത്തിൻ്റെ ഭാവത്തെ വെടിഞ്ഞ് ആത്മഭാവത്തെ ഉണർത്താൻ വേണ്ടി തൻ്റെ ശരീരത്തെ സമർപ്പിച്ച് അവനവൻ്റെ ഉള്ളില് ആത്മബോധമാകുന്ന ശബ്ദത്തെ ഉയർത്തണം. അവനവൻ്റെ ഉള്ളിലെ ഓംകാരധ്വനി ഉയരണം. ശംഖിനകത്ത് നിന്ന് പുറത്തു വരുന്ന ശബ്ദം ഏതാ? ഓംകാരനാഥമാണ്. മനസ്സിലായില്ലേ? അവനവൻ്റെ ഉള്ളിൽ ഈശ്വര ചിന്ത ഉണരണം. അതിന് തപസ്, ധ്യാനം, വ്രതങ്ങൾ എന്ന് പറയുന്ന നിഷ്ഠകളിലൂടെ ആ അഹം ശുദ്ധമാക്കുക. ഇതാണ് ആ രണ്ടാമത്തെ മാർഗം. അതാണ് ശംഖ് എന്ന ഭഗവാന്റെ കൈകളിലുള്ള രണ്ടാമത്തേത്. മൂന്നാമത്തത് എന്താ? ഗദ. ശംഖ്, ചക്രം, ഗദ അല്ലേ? ഗദ എന്തിന്റെ പ്രതീകമാ?
ഗദ എപ്പോഴും കർമ്മത്തിന്റെ പ്രതീകമാണ്. ഗദ ആധിപത്യവും പ്രൗഢിയും ഉറപ്പിക്കാനല്ലേ, ആയുധമായിട്ടല്ലേ കൊണ്ടു നടക്കുന്നത്, അല്ലേ? അതോ അലങ്കാരമാണ്? ആയുധമാണ്. തൻ്റെ പ്രൗഢിയും പ്രതാപവും ഉറപ്പിക്കാൻ വേണ്ടി എതിരിടുന്നവരെ എതിരിട്ട് തോൽപ്പിക്കുകയും തൻ്റെ ശക്തിയും മറ്റും വർദ്ധിപ്പിച്ച് നിർത്താനുമാണ് ഗദ ഉപയോഗിക്കുന്നത്. അപ്പൊ കർമ്മത്തിന്റെ പ്രതീകമാണ്. അപ്പൊ ഇവിടെ ഭഗവാന്റെ കരങ്ങളിലാവുമ്പോൾ സത്കർമ്മം എന്നതിന് വ്യാഖ്യാനം കൊടുക്കണം. മനസ്സിലായില്ലേ? അസുരന്മാരുടെ കയ്യിൽ വരുമ്പോൾ എന്തായി മാറും? ദുഷ്കർമ്മമായി മാറും. കാരണം ഏതൊരു വസ്തുവും ആ വസ്തു ഉപയോഗിക്കുന്ന ആളുടെ മനോഭാവം അനുസരിച്ചല്ലേ ഉപയോഗിക്കുന്നത്, അല്ലേ? അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു കറിക്കത്തി ഉണ്ടെന്ന് വെക്കുക. ഒരു വീട്ടമ്മയാണെങ്കിൽ ആ കത്തി എടുത്തുകൊണ്ട് എന്ത് ചെയ്യും? മലക്കറി അരി വീട്ടിലേക്ക് ആവശ്യമുള്ള വസ്തുക്കൾ തയ്യാറാക്കും. ഇതേ കത്തി തന്നെ നാട്ടിലുള്ള ഒരു ക്രിമിനലിന്റെ കയ്യിൽ കിട്ടിയാലോ, അവ അടുക്കളയിൽ കയറുന്ന തോരൻ അരിയുവോ, അതോ അവിയലിനെ മുറിച്ച് കഴിയുമോ? അവൻ എന്തായിരിക്കും? കത്തി കാണിച്ച് നാട്ടുകാരുടെ കഴുത്തിൽ കൊണ്ടുവച്ച് ഭീഷണിപ്പെടുത്തും, അല്ലേ? അപ്പൊ കത്തിയുടേതാണോ കുറ്റം, ഉപയോഗിച്ചവന്റെ മനോഭാവമാണോ കുറ്റം? കുറ്റം എന്താണ്? മനോഭാവം അനുസരിച്ചാണ് വ്യത്യാസം, അല്ലേ ഉപയോഗം വന്നത്. അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെ ഗദ ഭഗവാന്റെ കയ്യിലിരിക്കുമ്പോൾ സത്കർമ്മമായിട്ട് കണക്കണം. അപ്പൊ കർമ്മങ്ങൾ ചെയ്യാതെ ജീവിക്കാൻ നമുക്ക് സാധിക്കുമോ? ചിലർ പറയും ഞാൻ ഒന്നും ചെയ്യുന്നില്ല, വെറുതെ ഇരിക്കുക. ഈ വെറുതെ ഇരിക്കുക എന്ന് പറയുന്ന ഒരു കർമ്മോ? ചിലർ പറയും ഞാൻ വെറുതെ കിടന്നുറങ്ങി, അതൊരു കർമ്മോ? മനസ്സിലായില്ലേ? കർമ്മം എന്ന് പറയുന്നത് നമ്മുടെ വിചാരം ഈ ഓടി നടന്ന് ജോലി ചെയ്യുന്നത് മാത്രമാണ് കർമ്മം. അല്ല. ശരീരം സ്വീകരിച്ചിട്ടുള്ള ഒരു ജീവിക്കും കർമ്മത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റില്ല. മടിയനാണെങ്കിൽ മടി പിടിച്ചിരിക്കുന്ന കർമ്മം, ഉത്സാഹമുള്ളവർ ഉത്സാഹപൂർവ്വം ചെയ്യുന്നത് കർമ്മമാണ്. മനസ്സിലായില്ലേ? അല്ലാതെ വെയിലത്തും മഴയത്തും നിന്ന് ജോലി ചെയ്യുന്നത് മാത്രമല്ല കർമ്മം. ഇപ്പൊ ഓഫീസ് റൂമിനകത്ത് AC റൂമിനകത്ത് ഇരുന്നുകൊണ്ട് ഒരു IT പ്രൊഫഷണൽസ് യാതൊരു ചൂടും തണുപ്പുമില്ല, മറ്റൊരു ബുദ്ധിമുട്ടുമില്ലാതെ അയാൾ വർക്ക് ചെയ്യുകയാണ്. അയാൾ കർമ്മമല്ലേ ചെയ്യുന്നത്? അതേസമയത്ത് ഒരു കൃഷിക്കാരൻ വെയിലത്ത് നിന്ന് വയലേലകളിൽ നിന്ന് കഠിനമായ ചൂടത്ത് നിന്ന് പണിയെടുക്കുന്നു, അതും കർമ്മമാണ്. ഒരു അധ്യാപകൻ സ്കൂളിൽ നിന്ന് പഠിപ്പിക്കുന്ന കർമ്മമാണ്. മനസ്സിലായില്ലേ? അതേ സമയത്ത് പുറത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് വേറൊരു സ്ഥലത്ത് പോയി ശബ്ദം ഉപയോഗിച്ചുകൊണ്ട് മറ്റേതെങ്കിലും അത് കർമ്മമാണ്. അപ്പൊ കർമ്മങ്ങൾ പലതരത്തിലാണ്. ശരീരം സ്വീകരിച്ചിട്ടോ കർമ്മത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ പാടില്ല. കർമ്മയോഗ തത്വത്തെക്കുറിച്ച് പറയുമ്പോൾ ശ്രീകൃഷ്ണൻ തന്നെ നേരിട്ട് അർജുനനോട് പറയുന്നത്, അർജുന, ശരീരം സ്വീകരിച്ചാൽ കർമ്മം ചെയ്യണം. അതുകൊണ്ടാണ് സർവകർമ്മങ്ങളിൽ നിന്ന് വിമുക്തനായിട്ട് പോലും ഞാൻ ഈ കൃഷ്ണ ശരീരം സ്വീകരിച്ചത് കൊണ്ട് എന്ത് ചെയ്യുന്നു? ലോക വ്യവഹാരാർത്ഥം കർമ്മം ചെയ്യുന്നു. മനസ്സിലായില്ലേ? ലോകത്തെ ബോധിപ്പിക്കാൻ ഞാനും കർമ്മം ചെയ്തുകൊണ്ട്. അതുകൊണ്ട് നീയും കർമ്മത്തിൽ നിന്ന് ഒളിച്ചോടരുത്, ഇല്ലേ? അർജുനൻ യുദ്ധം ചെയ്യേണ്ട കർമ്മത്തിൽ നിന്ന് ഒളിച്ചോടാൻ പോവാ. അതുകൊണ്ട് ഒളിച്ചോടരുത്. നൈഷ്കർമ്മ്യം നജസന്യ സനാദേവ നൈഷ്കർമ്മ്യം പുരുഷോസ്നുതേ. കർമ്മത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ ഒരിക്കലും സാധിക്കില്ല. കർമ്മം ചെയ്യുക തന്നെ. അപ്പൊ നമ്മളൊക്കെ കർമ്മം ചെയ്തേ പറ്റൂ. അപ്പൊ എങ്ങനെയുള്ള കർമ്മത്തിലേക്ക് പോകണം? ദുഷ്കർമ്മത്തിലേക്ക് പോകാതെ, അധർമ്മം കൊണ്ടുള്ള കർമ്മത്തിലേക്ക് പോകാതെ, സച്ചിന്തകൾ കൊണ്ടുള്ള സത്കർമ്മങ്ങൾ ചെയ്യണം. അതാണ് കർമ്മയോഗം. മനസ്സിലായില്ലേ? നല്ല കർമ്മങ്ങൾ. നമ്മൾ ഇന്നലെ ഭരദ്വാജ മഹർഷിയുടെ അടുത്ത് ആ മന്ത്രിപ്രവരൻ പറഞ്ഞ ഒരു വാക്ക് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തു, ഓർമ്മയുണ്ടോ? ഈശ്വര സേവയിൽ ഏറ്റവും പ്രധാനം എന്താ? ദീനാനുകമ്പ, അല്ലേ? കഷ്ടപ്പെടുന്നവരെ സഹായിക്കുന്നതിനേക്കാൾ വലിയ ഈശ്വര പൂജ വേറെയില്ല. ഏറ്റവും വലിയ പൂജ ഏതാണ് എന്ന് പറഞ്ഞ് മഹർഷിയോട് തന്നെ പറയുന്ന ഒരു വാക്ക് നമ്മൾ ചർച്ച ചെയ്തു, അല്ലേ? ചെയ്തില്ലേ? അപ്പൊ അതൊരു കർമ്മമാണ്, സത്കർമ്മമാണ്. മനസ്സിലായേ? സ്വാർത്ഥതയില്ലാതെ നല്ല കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ നല്ല കർമ്മത്തിന്റെ ഫലമായി നമ്മുടെ മനസ്സ് എന്താവും? വിശാലമാവും. ആ മനസ്സ് വിശാലമായി ശുദ്ധമായി മാറും. അപ്പൊ അതിലൂടെ നമുക്ക് ആരെ നേടാം? ഈശ്വരനെ നേടാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എല്ലാവർക്കും ഒരേ കണക്കല്ല. ചിലർ കർമ്മയോഗം ഇഷ്ടപ്പെടും, ചിലർ ജ്ഞാനത്തെ ഇഷ്ടപ്പെടും, ചിലർ ഈ തപസ്സും ധ്യാനത്തെ ഇഷ്ടപ്പെടും. ഇനി അല്ലാത്ത ആൾക്കാരുണ്ടാവും, അവർ വലിയ കർമ്മയോഗികളായിരിക്കത്തില്ല. അങ്ങനെയുള്ളവരാണ് ഭക്തിയോഗത്തിലേക്ക് പ്രവേശിക്കുന്നത്. മനസ്സിലായില്ലേ? അവർക്ക് ഭക്തിയോഗം ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു രൂപത്തെ വെച്ച്, അല്ലെങ്കിൽ ഒരു വിളക്ക് വെച്ച്, ചിത്രത്തെ വെച്ച്, മനസ്സിലായില്ലേ, അത് ഈശ്വരനാണെന്ന് സങ്കല്പിച്ച് അതിനെ പൂജിച്ച് അവസാനം അറിഞ്ഞ് വരുമ്പോൾ ആ വിഗ്രഹത്തിനും അപ്പുറം, ആ വിളക്കിനും അപ്പുറം, ആ ചിത്രത്തിനും അപ്പുറം, ഇല്ലേ, ആ ക്ഷേത്രത്തിനും അപ്പുറം ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം ഈശ്വരനാണ് എന്ന ഭാവത്തിലേക്ക് പടിയായിട്ട് ഉയരണം. അതാണ് ഭക്തി മാർഗം വളരണം. ഭക്തി എന്ന് പറഞ്ഞാൽ ചുരുങ്ങി നിൽക്കേണ്ട ഒന്നല്ല. ഭക്തി എന്താവണം? ഭക്തി മാർഗം വളരണം. ഭക്തൻ വളരണം. ആ ഭക്തൻ വളർന്ന് പടർന്ന് വികസിക്കണം. എങ്ങനെ? ഈ പ്രപഞ്ചം മുഴുവൻ ഏകസ്വരൂപമാർന്ന ഈശ്വരനാണെന്നുള്ള ബോധത്തിലേക്ക് പടർന്ന് എത്തണം. മനസ്സിലാവുന്നുണ്ടോ?
അപ്പൊ ആ നിലയിലേക്ക് എത്തപ്പെടുന്ന സമയത്ത് ഭക്തിയോഗം. മനസ്സിലായ? അപ്പം കേവലം ഒരു വിഗ്രഹത്തിനോട് തോന്നിയ ഭക്തി, ഒരു വിളക്കിനോട് തോന്നിയ ഭക്തി, ഒരു ചിത്രത്തിനോട് തോന്നിയ ഭക്തിയിൽ നിന്ന് അവന്റെ മനസ്സ് പടിപടിയായി ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, ഇങ്ങനെയുള്ള നവതാഭക്തിയുടെ പടികളിലൂടെ അത് വിശാലമായി അത് വളർന്നിട്ട് അത് ഈശ്വരനിലേക്ക്, അല്ലേ, പരമമായ ഈശ്വര സ്വരൂപത്തിലേക്ക് ലയിക്കുക. അതിനെയാണ് ഭക്തിയോഗം എന്ന് പറയുന്നത്. അതാണ് 4ാമത്തെ മാർഗം. ആ 4ാമത്തെ ഭക്തിയോഗത്തിന്റെ മാർഗത്തിന്റെ പ്രതീകമാണ് താമര. ഭഗവാന്റെ കയ്യിൽ ശംഖ്, ചക്ര, ഗദ, പത്മം. എന്താ താമരയുടെ പ്രത്യേകത? അത് കിളിക്കുന്ന ചെളിക്കുണ്ടിലാണ്, അല്ലേ? പക്ഷെ എപ്പോഴെങ്കിലും ഈ താമരയ്ക്ക് അത് ചെളിയുടെ ദുർഗന്ധം ഉണ്ടാകുമോ? ഒരിക്കലും ഇല്ല. അപ്പൊ അതിൽ നിന്ന് വേറിട്ട്, മനസ്സിലാവുന്നുണ്ടോ, മൂല്യങ്ങളെ ഉയർത്തി വെക്കുമ്പോൾ അതിനകത്ത് എന്തുണ്ടാവും? ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ മറ്റു തരത്തിലുള്ള ദുർഗന്ധങ്ങൾ ഉണ്ടാവില്ല. അപ്പം ജീവിത മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉയർത്തിപ്പിടിക്കാൻ ഒരു ഭക്തൻ ഭക്തിയിലോ ഉയർത്തേണ്ടത് എന്താ? ഒരു ഭക്തൻ ഉയർത്തേണ്ടത് അവന്റെ ജീവിതത്തിന്റെ മൂല്യങ്ങളെ വർദ്ധിപ്പിക്കലാണ്. മനസ്സിലായില്ലേ? അവന്റെ സ്വഭാവ ഗുണങ്ങളെ, അവന്റെ ചിന്താശേഷിയെ, അവന്റെ കർമ്മങ്ങളെ, ഇങ്ങനെയുള്ള മൂല്യത്തെ പറയല്ല. എല്ലാ ദിവസവും അമ്പലത്തിൽ പോകുന്നത് മാത്രമല്ല ഭക്തി. ചിലർ പറയും എല്ലാ ദിവസവും അമ്പലത്തിൽ പോകുന്നത് ഭക്തിയാണ്. അതൊരു ബാഹ്യമായ പ്രവൃത്തിയാണ്. അതിന് ആന്തരികമായിട്ട് എന്തുണ്ടാവണം? ആ വ്യക്തിയിൽ മാറ്റം ഉണ്ടാവണം. മാറ്റമില്ല എങ്കിൽ ആ പ്രകടമായ ഭക്തി കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? പറഞ്ഞ മനസ്സിലല്ലേ? ചിലർ എല്ലാ ദിവസവും വീട്ടിൽ ഇരുന്ന സ്വസ്ഥതയില്ല, അതുകൊണ്ട് എന്താ കുറച്ച് സമയം അമ്പലത്തിൽ പോകുന്ന നാട്ടുകാരെയൊക്കെ ഒന്ന് കാണാം. അങ്ങനെ പോകുന്ന ആൾക്കാരുണ്ട്. ഞാൻ തമാശയ്ക്ക് പറഞ്ഞല്ല. ചില ആൾക്കാർ നാട്ടിലെ വർത്തമാനം മുഴുവൻ ചർച്ച ചെയ്യാൻ അമ്പലത്തിൽ പോകും. കാരണം രാവിലത്തെ കൂട്ടുകാരെല്ലാം ഒരുമിച്ച് അമ്പലത്തിൽ വരും. അപ്പോൾ പിന്നെ അമ്പലത്തിൽ പോയിരുന്നാൽ അവിടെ ആഗോള ചർച്ചകളെല്ലാം നടത്തി എല്ലാ കാര്യങ്ങളും കേൾക്കാൻ വരുന്നവരാണ്. പലതരത്തിലാണ്. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയൊക്കെ പല കാര്യത്തിലും പോകും. ഇപ്പം ഈ വൃശ്ചിക മാസ കാലഘട്ടമൊക്കെ എത്തിയാലേ ഈ ചില സ്ഥലങ്ങളിലൊക്കെ കൊച്ചു കുട്ടികൾ സ്ഥിരമായി അമ്പലത്തിൽ പോകും. എന്താ കാര്യം? എല്ലാ ദിവസവും പായസമോ അവിലോ കടലയോ എന്തെങ്കിലുമൊക്കെ, അല്ലേ, എല്ലാ ദിവസവും കിട്ടുന്ന അമ്പലങ്ങളുണ്ട്. ഒരമ്പലത്തിൽ നിന്ന് വാങ്ങി അടുത്ത അമ്പലത്തിലേക്ക് ഓടി, അടുത്ത അമ്പലത്തിൽ നിന്ന് ഓടി, അടുത്ത അമ്പലത്തിലേക്ക് ഓടി, അവിടെ നിന്ന് ഓടി അടുത്ത അമ്പലത്തിലേക്ക് ഓടി, സൂപ്പർ ഫാസ്റ്റ് പോലെ ഓടി നടന്ന് മേടിക്കുന്ന ഒരു കാലം ഞാനും ഓടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഏറ്റവും കൂടുതൽ സമയം അമ്പലത്തിൽ പോയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ വൃശ്ചിക മാസമാണ്. അപ്പുറത്തൊരു മഹാവിഷ്ണു ക്ഷേത്രം, ഇപ്പുറത്ത് വേറൊരു അമ്പലം, അപ്പുറത്ത് ദേവീക്ഷേത്രം. ഈ 3-4 ഒരിടത്ത് പായസമാണെങ്കിൽ ഒരിടത്ത് കടല. അപ്പൊ നമ്മുടെ പ്രാർത്ഥന എന്തായിരിക്കും എന്നറിയാമോ? ഒരിടത്ത് നിന്ന് അടുത്തടുത്തോട്ട് ഓടുമ്പോൾ ഭഗവാനെ കാണുന്നതല്ല, അവിടെ കടല ആയിരിക്കില്ലേ. കാരണം ഇപ്പൊ കയ്യിൽ കടല കിട്ടിയിട്ടുണ്ട്, അവിടെ പായസം ആയിരിക്കണേ. അവിടെ ചെന്ന് അത് മേടിക്കുമ്പോൾ ആഗ്രഹിക്കുക അപ്പുറത്ത് ലഡുവും മലരും ആയിരിക്കണം, അവിലും ആയിരിക്കണേ. മനസ്സിലായില്ലേ? എല്ലായിടത്തും ഒരേ സാധനം കിട്ടിയാലൊരു ഇതില്ലല്ലോ. ഇത് ഇത്രയും ഓടി വാങ്ങിയിട്ട് വരുമ്പോൾ എന്തോ ഒക്കെ തീർത്ഥാടനം കഴിഞ്ഞ പുണ്യത്തോടെ തിരിച്ചു വരാറുണ്ട് ഒരുപാട് പേര് ഇപ്പോഴും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടാണ് പലരും വരുന്നത്. അപ്പൊ അങ്ങനെയല്ല, ഭക്തിയിൽ ഒരു മാറ്റം ഉണ്ടാവണം, ഒരു പരിവർത്തനം ഉണ്ടാവണം. അപ്പൊ ഇവിടെ ആ ചെളിക്കുണ്ടിൽ നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് ആ ഭക്തിയാകുന്ന ആ ജലത്തിന് മീതെ ഉയർന്നു നിൽക്കണം ഭക്തന്റെ മനസ്സ്. ആർക്ക് അഭിമുഖമായി? സൂര്യൻ അഭിമുഖമായി വിടരുന്നത് പോലെ ഭഗവാൻ അഭിമുഖമായി നമ്മുടെ ഭക്തി എപ്പോഴും ഊർധഗതി. താമര താഴോട്ടാണോ പോകുന്നത്, മുകളിലോട്ടാണോ വരുന്നത്? മനസ്സിലായി? വെറും ദുർബലമായ തണ്ട, പക്ഷെ വെള്ളത്തെ ആശ്രയിച്ച്, അല്ലേ, അത് മുകളിലേക്ക് പോയി. അതുപോലെ ഭഗവാനെ ആശ്രയിച്ച് ജീവിത മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കണം. അത് കഴിഞ്ഞാലോ ഏതൊക്കെ ചെളിയോ അഴുക്കോ വന്ന് തെളിച്ചാലും ആ താമരയിൽ അത് പറ്റില്ല. പറ്റുമോ? അതിനൊരു സ്വയം ഒരു കോട്ടിങ് ഉണ്ട്, അല്ലേ? നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ഇച്ചിരി വെള്ളമോ ചെളിയോ എടുത്ത് തെളിപ്പിച്ചുമൊക്കെ അത് തനിയെ മാറിപ്പോവും. അതിനകത്തൊരു കോട്ടിങ് ഉണ്ട്, ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് അതിന്. അതുപോലെയാണ് ഭക്തൻ. തൻ്റെ മനസ്സ് ഭഗവാന് സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു മാലിന്യവും ആരിൽ വരില്ല. അവൻ എവിടെ വേണമെങ്കിലും ജീവിക്കാം, അവനെ മലിനമാക്കാൻ സാധിക്കില്ല. കാരണം എന്താ? മനസ്സാരിൽ സമർപ്പിച്ചു? ഭഗവാനിൽ സമർപ്പിച്ച്. എല്ലാവരെയും കൂടെ ആയിരിക്കും, പക്ഷെ വേറിട്ട് നിൽക്കാൻ സാധിക്കും. ഇതാണ് ഭക്തിമാർഗം. ഇതാണ് മഹാവിഷ്ണു ഭഗവാന്റെ ആ തത്വത്തിൽ നമ്മൾ കാണുന്ന ശംഖ്, ചക്രം, ഗദ, പത്മം. മനസ്സിലായില്ലേ? ഇങ്ങനെ ഓരോന്നിനെയും നമ്മൾ വിശകലനം ചെയ്യണം. അങ്ങനെയുള്ള ഭഗവാനാണ് 5 തലയുള്ള പാമ്പ്, അല്ലേ? അത് വണമായിട്ട് അതിൻ്റെ ഉടലിൽ ചുറ്റി അതിനകത്ത് കിടന്നത്. എന്താ 5 തലയുള്ള പാമ്പ്? 5 ഇന്ദ്രിയങ്ങളാണ്. നിയന്ത്രിതമായ ഇന്ദ്രിയവും മനസ്സും നിയന്ത്രിക്കപ്പെടുന്നവന് മാത്രമേ ഈ യോഗമാർഗം സ്വീകരിക്കാൻ പറ്റൂ. അവിടെ ആ ഉടലിങ്ങനെ ചുറ്റിക്കിടക്കുക എന്ന് പറഞ്ഞാൽ മനസ്സാണ് ആ ഉടല്. അതിനെ നിയന്ത്രിക്കപ്പെട്ടു. അതിങ്ങനെ ചുറ്റിക്കിടക്കാതെ, അത് കൃത്യമായിട്ടൊരു മെത്ത പോലെ കിടക്കാതെ ആണെങ്കിൽ അതിൻ്റെ മുകളിലാണ് വിഷ്ണു ഭഗവാൻ കിടക്കുന്നതെങ്കിൽ വിഷ്ണു ഭഗവാൻ എവിടെ ചെന്ന് വീഴും? മനസ്സിലായില്ലേ? വെള്ളത്തിൽ പതിക്കും. അങ്ങനെ പറയാൻ പേടിയൊന്നും വേണ്ട കേട്ടോ. ഇനി അങ്ങനെ പറഞ്ഞാൽ ദൈവദോഷം കിട്ടുമോ? ഈ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം ഈ ദോഷം ചിന്തിക്കുന്നതാണ്.
ഈ ദോഷത്തെ എങ്ങനെ മാറ്റിയത്? ദോഷം എന്ന് പറയുന്ന സാധനമേ ചിന്തിക്കരുത് ഭക്തന്മാർ. ഭക്തന്മാർക്ക് ഒറ്റ ചിന്തയാണ് ഭഗവാന്റെ പാദത്തെ ആശ്രയിക്കുക. ഇനി ദോഷമാണെങ്കിലും ഗുണമാണെങ്കിലും അതൊക്കെ ആര് നോക്കിക്കൊള്ളും? ആര് നോക്കും? ഭഗവാൻ നോക്കിക്കൊള്ളൂ. നമ്മൾ ചിന്തിക്കരുത്. നമുക്കിനി അങ്ങനെ ചിന്തിക്കുന്നതിന് ഭയവും പാടില്ല. കാരണം എന്താ? ഈശ്വരാരാധനയിൽ ഭയം വേണോ വേണ്ടയോ? എന്താ? ഈശ്വരാരാധന ഭയം വേണോ വേണ്ടയോ? വേണണ്ടാന്നോ? രണ്ടും കൂടെ ആയാൽ പിന്നെ പ്രശ്നം തെറ്റില്ല. വേണോന്ന് പറഞ്ഞിട്ടൊന്ന് നോക്കിയാൽ പറയണ്ട. വേണോ വേണ്ടയോ? വേണ്ട. നമ്മളിപ്പോൾ തെറ്റായി പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളിൽ ഏറ്റവും വലിയ തെറ്റാ പറ്റിയത് ഇതിനകത്താണ്. നമ്മൾ കുട്ടികളെ പോലും പറഞ്ഞു പഠിപ്പിക്കും ദൈവഭയം വേണം, അല്ലേ? ചിലർ പഠിപ്പിക്കാൻ ദൈവത്തെങ്കിലും ഭയക്കണം, ദൈവഭയം വേണം. ദൈവത്തെ ഭയക്കാൻ പഠിപ്പിക്കരുത്. ഭയക്കാൻ പഠിപ്പിച്ചാൽ ആ കുട്ടി ജീവിത മൂല്യങ്ങളിൽ നിന്ന് അകന്നു പോകും. ഭയം ഒരു ദുർഗുണമാണ്. ദുർഗുണങ്ങൾ ഒരിക്കലും സദ്ഗുണത്തിനോട് ചേരില്ല. ചേരുവോ? ചേരുവോ? ഒരിക്കലും ചേരില്ല. എന്താ ഭയം ദുർഗുണം എന്ന് പറയാൻ കാരണം? ചില സാധാരണ ഉദാഹരണങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ കഴിഞ്ഞ വർഷം ഞാൻ സൂചിപ്പിച്ചിട്ടുള്ള, എന്നാലും ചിലത് ആവർത്തിച്ച് ചർച്ച ചെയ്യുക എന്ന് പറയില്ല. അതുപോലെ നമ്മളിപ്പോൾ ഒരു കുട്ടിക്ക് നല്ലതുപോലെ പാടാൻ കഴിവുണ്ട്. ഈ വേദിയിലേക്കൊന്ന് വിളിച്ച് ഇവിടെ നിന്ന് ഒരു പാട്ട് പാടാൻ പറയുമ്പോൾ ഈ ഇരിക്കുന്നവരുടെ കണ്ണൊക്കെ തുറിച്ചിങ്ങനെ നോട്ടം കാണുമ്പോൾ കുട്ടിക്ക് ഒരു പേടി വന്നു നോക്കുക. ആ കുട്ടിക്ക് പിന്നെ നല്ലതുപോലെ പാടാൻ പറ്റുമോ? പാടും, പക്ഷെ നല്ലതുപോലെ പാടാൻ, ആസ്വദിച്ച് പാടാൻ പറ്റാതെ വരും. അപ്പൊ ആ കുട്ടിക്ക് പാടാനുള്ള കഴിവില്ലാത്തത് കൊണ്ടാണോ അതോ പേടി കൊണ്ടാണോ ആ കുട്ടിക്ക് ആ പാട്ട് നല്ലതുപോലെ പാടാൻ പറ്റാതെ പോയത്? പേടി വന്നതുകൊണ്ടാണ്. ഇനി അതുപോലെ തന്നെ നല്ലതുപോലെ നൃത്തം കളിക്കുന്ന ഒരു കുട്ടി ഒരു സ്റ്റേജിലേക്ക് കയറി നൃത്തം കളിക്കാൻ വന്നപ്പോൾ സദസ്സിനെ കണ്ടിട്ടൊരു ഭയം വന്നു. ആ കുട്ടിക്ക് നല്ലതുപോലെ ചൂട് വെക്കാൻ പറ്റുമോ? ടെൻഷൻ വരും, അല്ലേ? നല്ലതുപോലെ പഠിക്കുന്ന ഒരു കുട്ടി പരീക്ഷയ്ക്ക് സ്കൂളിൽ ചെന്നു. ആ സ്കൂളിൽ ചെന്ന് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ 50 ക്വസ്റ്റ്യനകത്ത് 45 അറിയാം. അയ്യോ 5 അറിയത്തില്ലല്ലോ, അയ്യോ എന്നൊരു പേടി വന്നാൽ ഈ 45 ഉത്തരം കൂടി മറന്നു പോവില്ലേ? പോത്തില്ലയോ? മനസ്സിലായില്ലേ? 5 യഥാർത്ഥത്തിൽ പഠിക്കാത്തത്. പക്ഷേ ആ പഠിച്ച 45 ഗുണവും ചിലപ്പോൾ കിട്ടില്ല. അതിനെക്കുറിച്ചുള്ള പേടി വരുമ്പോൾ എന്ത് ചെയ്യും? ഉള്ളിലുള്ളതും കൂടി മറന്നു. അപ്പൊ ആ കുട്ടിക്ക് പഠിക്കാത്തത് കൊണ്ടാണോ പരാജയം ഉണ്ടാവുന്നത് അതോ ഭയം കൊണ്ടാണോ? ഇനി നല്ല ടാലന്റ് ഉള്ള ഒരു വ്യക്തി ഒരു ഇന്റർവ്യൂവിന് പോകണം ജോലിക്ക് വേണ്ടിയിട്ട്. ആ ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ ഡയസിൽ ഇരിക്കുന്നവരെയൊക്കെ കണ്ടിട്ട് ഒരു ഭയം വന്നു. അവിടെ ചോദിക്കാൻ ചെല്ലിരിക്കുമല്ലോ, അവർ ടൈയൊക്കെ കെട്ടിയല്ലേ ഗൗരവത്തിലൊക്കെ ഇരിക്കുന്ന ഫയലൊക്കെ ആയിട്ട് ഇരിക്കുന്ന കണ്ടപ്പോൾ ഒരു ഭയം വന്നു. അകത്തോട്ട് കയറി ചോദിച്ചതിനൊക്കെ ചിലപ്പോൾ ഉത്തരം ശരിയായിരിക്കും, പക്ഷേ ഒരു ഭയം വന്നപ്പം പറയുന്ന ഉത്തരത്തിനൊരു ആത്മവിശ്വാസം ഇല്ല. ഒന്ന് പതറി പറഞ്ഞു. തീർച്ചയായിട്ടും ആ ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്നവർ ആ കുട്ടിയെ ജോലിക്ക് എടുക്കത്തില്ല. എടുക്കുവോ? ഉത്തരം എല്ലാം ശരിയായിരിക്കാം, പക്ഷേ എന്തില്ല? ആത്മവിശ്വാസം ഇല്ല. ചില ഇന്റർവ്യൂവിന് അങ്ങനെയുണ്ട്. ഉത്തരം ശരിയാവണമെന്ന് മാത്രമല്ല അവർ നോക്കുന്നത്. അവർ നോക്കുന്നത് ചിലപ്പോൾ 50% ഉത്തരം തെറ്റിയാലും കുഴപ്പമില്ല, പക്ഷേ പറയുന്ന ചൂലേ അറിയാമെങ്കിൽ അത് പറയുന്നതിനും അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയുന്നതിനും എന്ത് വേണം? ഒരാത്മവിശ്വാസം വേണം. അതില്ലെങ്കിൽ ആ കുട്ടി പരാജയപ്പെട്ടു പോകും. അപ്പൊ ഇവിടെ ഈ കഴിവുകളെല്ലാം ഉള്ള കുട്ടികൾ പരാജയത്തിലേക്ക് വന്നത് എന്തുകൊണ്ടാ? ഭയം എന്ന ദുർഗുണം ഉള്ളത് കൊണ്ടാണ്. ശരിയല്ലേ? ഭയം എന്നൊരു ദുർഗുണം ഉള്ളത് കൊണ്ട് അവർ പരാജയപ്പെട്ടു. ഇപ്പൊ ജീവിതത്തിൽ നമ്മളെ വിജയിപ്പിക്കുന്നതാണോ പരാജയപ്പെടുത്തുന്നതാണോ? കഴിവുണ്ടായിട്ടും വിജയിപ്പിക്കാൻ സഹായിക്കാത്ത ദുർഗുണമല്ലേ ഭയം എന്ന് പറയുന്നത്? ആണോ അല്ലയോ? മനസ്സിലായോ? ഇനി നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഒരു മൃഗം, അതൊരു പശു ആയിക്കോട്ടെ, ആടായിക്കോട്ടെ, പട്ടി ആയിക്കോട്ടെ, നമുക്ക് ഉള്ളിൽ ഒരു ഭയം ഉണ്ടെങ്കിൽ നമുക്കതിനെ അതിൻ്റെ അടുത്ത് പോയി ശാന്തമായി സ്വസ്ഥമായിട്ട് നിൽക്കാൻ പറ്റുമോ? അടുത്തൊക്കെ പോയി നിൽക്കുമ്പോഴൊന്നും അനങ്ങിയാൽ നമ്മൾ ഓടും. എന്താ കാര്യം? ഉള്ളിലൊരു ഭയമുണ്ട്, അല്ലേ? നമ്മൾ ഭക്തി യഥാർത്ഥത്തിൽ ഭഗവാനോട് ചേരാനാണോ ഭഗവാനിൽ നിന്ന് അകന്നു മാറാനാണോ? എന്തിനാ ഭക്തി? ഭഗവാനോട് ചേരാനാണ്. അപ്പം ഭഗവാനോട് ഭയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭഗവാനോട് ചേരാൻ പറ്റുമോ? മനസ്സിലായില്ലേ? കഴിവുകളെ നഷ്ടപ്പെടുത്തുന്നതാണ്, കഴിവുണ്ടായിട്ടും നമ്മുടെ ജീവിതത്തിൽ പരാജയപ്പെടുത്തുന്നതാണ് ഭയമെങ്കിൽ ആ ഭയം നമ്മുടെ ജീവിതത്തിൽ തകർക്കുന്നതാണെങ്കിൽ അങ്ങനെ ഒരു ഭയം ഈശ്വരനോട് വേണോ? ഒരിക്കലും പാടില്ല. ഭഗവാനോട് വേണ്ടത് എന്താ? ഭക്തി എന്നതിൻ്റെ നിർവചനം നമ്മൾ അറിയണം. അതറിയാതെ പോയത് കൊണ്ടാണ്
ഭഗവാനോട് ഭയം എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിക്കുന്നത്. ഭക്തി എന്നതിന്റെ നിർവചനം കൃത്യമായി പറഞ്ഞാൽ പരമമായ സ്നേഹം എന്നാണ്. മനസ്സിലായില്ലേ? സാധു അസ്മിൻ പരമ പ്രേമ സ്വരൂപ ഇതി ഭക്തി. നാരദ മഹർഷി വളരെ കൃത്യമായി ഭക്തിക്ക് കൊടുത്ത നിർവചനമാണ്. മനസ്സിലായില്ലേ? സാധു അസ്മിൻ, അവനോട്, ആരോട്? ഈശ്വരനോട് പരമമായ പ്രേമം. അതിന് മുകളിൽ വേറൊന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? അതിന് പകരം വെക്കാനും വേറൊന്നില്ല. നമ്മൾ സാധാരണ പറയലേ സാഗരോ ഉപമം സാഗരം, കടലിനോട് ഉപമിക്കാൻ വേറെ വല്ലതും ഉണ്ടോ? വേറെ ഏതെങ്കിലും ജലാശയം എടുത്തിട്ട് ഈ കായൽ കടലിൻ്റെ എത്ര ഉണ്ടെന്ന് ആരെങ്കിലും ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും കുളം കാണിച്ചിട്ട് പറയാറുണ്ടോ? അവിടെയും ജലം ഉണ്ടാവും, പക്ഷെ പറയാറില്ല. കാരണം കടലിന്. ആകാശവും ഓമോ ആകാശം, ആകാശത്തിന് തുല്യമായി വേറൊരു വസ്തു ഉണ്ടോ ഓമിക്കാൻ? അതേപോലെയാണെന്ന് പറയാൻ ഉണ്ടോ? ഇല്ല. അതുപോലെയാണുള്ള സ്നേഹമാണ് ഇവിടെ പറഞ്ഞത്. പരമപ്രേമ സ്വരൂപ. എന്താ? ഉപാധികളില്ലാത്ത, എന്തെങ്കിലും കിട്ടുമ്പോൾ ഉണ്ടാകുന്നതോ കിട്ടാതെ വരുമ്പോൾ നഷ്ടപ്പെടുന്നതോ ആയ ഭക്തി പരമമല്ല. മനസ്സിലായില്ലേ? ഇപ്പൊ ചില ഭക്തന്മാർ അങ്ങനെ ആയിപ്പോയി. കിട്ടുമ്പം ഭക്തി കൂടും, കിട്ടാത്തപ്പം ഭക്തി കുറയും. മനസ്സിലായില്ലേ? ചിലർ പറയും ഞാൻ ഇത്രയും കാലം ഞാൻ വിഗ്രഹത്തെ പൂജിച്ച് ഭഗവാനെ പൂജിച്ച് എന്നിട്ട് എനിക്കൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ മതം മാറി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അതൊക്കെ വികലമായ കാഴ്ചപ്പാടാണ്. ഇവിടെ പരമമായ പ്രേമം ഏതെങ്കിലും കിട്ടുന്നതിന്റെ പേരിലോ നഷ്ടപ്പെടുന്നതിന്റെ പേരിലോ ഉണ്ടാകുന്നതോ ഇല്ലാതാകുന്നതല്ല. പകരം വെക്കാത്ത, ഉപാധികളില്ലാത്ത പരമമായ സ്നേഹമാണ് ഭക്തി. അപ്പൊ ഭയം വന്നാൽ സ്നേഹം ഉണ്ടാവുമോ? അവിടെ ഉണ്ടാവുമോ? ഭയമുള്ളിടത്ത് സ്നേഹം ഉണ്ടാവില്ല. അപ്പൊ ഈശ്വരനോട് വേണ്ടത് സ്നേഹമാണ്. മനസ്സിലായില്ലേ? സ്നേഹവും ബഹുമാനവും ആദരവുമാണ് ആരോട് വേണ്ടത്? ഭഗവാനോട് വേണ്ടത്. ഈ സദ്ഗുണങ്ങളാണ് നമ്മളിൽ വളരേണ്ടത്. മനസ്സിലായില്ലേ? ഭഗവാനെ നമ്മളൊന്ന് സ്നേഹിക്കുക. അതുകൊണ്ടാണ് നമ്മൾ നവതാഭക്തിയിൽ പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള വാക്കുകളാണ്. അർച്ചിക്കുക, പൂജിക്കുക, വന്ദിക്കുക, ഭഗവാനെ കുറിച്ച് കേൾക്കുക. ഇത് കഴിഞ്ഞിട്ട് പറയുന്നത് എന്താ? സഖ്യം. മനസ്സിലായില്ലേ? എട്ടാമത്തെ കാര്യം പറയുന്നത് സഖ്യമാണ്. ബന്ധുത്വം ഉണ്ടാവുക. സ്നേഹത്തിലല്ലേ ബന്ധുത്വം വരുന്നത്. മനസ്സിലായില്ലേ? ഭഗവാൻ എന്റേതാണ്, അല്ലെങ്കിൽ ഞാൻ ഭഗവാന്റേതാണ്. നിന്നെ പിരിഞ്ഞ് ഇല്ല വേറൊരു ജീവിതം കണ്ണ, എന്നിലുള്ളതെല്ലാം സർവ്വതും നീ തന്നെയല്ലോ കണ്ണ എന്ന് പറയുന്നത് പോലെ നിന്നെ പിരിഞ്ഞ് ഞാനും ഇല്ല. മനസ്സിലായില്ലേ? എന്നെ പിരിഞ്ഞ് നീയും ഇല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ തുല്യത. ഇതല്ലേ നമ്മൾ തത്വമസി എന്ന വാക്യത്തിലൂടെ ചർച്ച ചെയ്യുന്നത്, അല്ലേ? അത് നീയാകുന്നു. ഇതൊക്കെ എവിടെ കേട്ടിട്ട് നമ്മൾ പിന്നെ എന്തിനാ പിന്നെ അത് ഞാനല്ല എന്ന് പറഞ്ഞ് ഒളിച്ചോടാൻ നിൽക്കുന്നത്? നമ്മൾ പരസ്പരം ഭഗവാനോട് ചേരുക, ഭഗവാനെ സ്നേഹിക്കുക. ഒരു സുഹൃത്തിനെ പോലെ ഈശ്വരനെ ഒരു സുഹൃത്തായി സ്നേഹിക്കാം. അങ്ങനെ സ്നേഹിച്ചിട്ടുള്ളോ ഇല്ലേ? അർജുനനും ഉദ്ധവരും ഒക്കെ അല്ലേ? ഗോപികമാര് ഭഗവാനെ സ്നേഹിച്ചു. എങ്ങനെയാ? കാമുകനായിട്ട് സ്നേഹിച്ചു, അല്ലേ? പ്രണയത്തിലൂടെ. ചിലർ ജ്ഞാനത്തിലൂടെ സ്നേഹിച്ചു, ചിലർ ഈശ്വരൻ. ഇപ്പൊ ഏതേത് വിധത്തിലാണെങ്കിലും കുഴപ്പമില്ല, സ്നേഹം എന്ന വികാരം ഉണ്ടാവണം. അത്രയേ ഉള്ളൂ. മനസ്സിലായില്ലേ? ആ സ്നേഹത്തിനോടൊപ്പം എന്തുണ്ടാവണം? ബഹുമാനം ഉണ്ടാവണം, ആദരവ് ഉണ്ടാവണം. ഇതാണ് ജീവിതത്തിൽ പ്രധാനം. ഇത് തന്നെയാണ് നമ്മൾ ജീവിതത്തിൽ മാതാപിതാക്കളോടും മുതിർന്നവരോടും ഗുരുജനങ്ങളോടും ഒക്കെ നിലനിർത്തേണ്ടത്. ഈ വികാരം തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ഈ ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ദോഷം കിട്ടുമോ, അങ്ങനെ പറയാവോ, വിഷ്ണു ഭഗവാൻ ഇനി വാലെന്താ കടലിൽ വീണു എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ചിന്തിക്കരുത്. അങ്ങനെ ദോഷം എന്ന വാക്കേ നമ്മുടെ മുന്നിൽ വെക്കരുത്. ഈ ദോഷം ചിന്തിക്കുമ്പോഴാണ് നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ചിലർ പോകും. ഇതിനാ സമയദോഷം മാറിയോ നോക്കാൻ ചെല്ലുമ്പോഴേ ചോദിക്കും സമയദോഷം വല്ലതും ഉണ്ടോ? അപ്പോഴേ പറയും പിന്നെ ഇല്ലാതെ, അല്ലേ? നമ്മൾ ഈ സമ്പ്രദായത്തിലൊക്കെ പോകുന്നതുകൊണ്ട് ചിലർ വന്ന് ചോദിക്കും ഇന്ന നാളാ നക്ഷത്രമാണ്, ഇത്ര വയസ്സായി, സമയദോഷം വല്ലതും ഉണ്ടോ? ഞാൻ കറക്റ്റായിട്ട് വാച്ച് നോക്കിയിട്ട് 1 മണിയായി, ഉണ്ണാനുള്ള വഴി വല്ലതും ഉണ്ടോ? ഇല്ലെങ്കിൽ സമയദോഷമാണ്. മനസ്സിലായില്ലേ? ഉണ്ണാനുള്ള വഴി ഉണ്ടെങ്കിൽ നല്ല സമയം പോയി ഉണ്ടിട്ട് പോകാൻ പറയും. ഇപ്പൊ ഈ പ്രഭാഷണം ഇങ്ങനെ നീണ്ടു പോകുമ്പോൾ കുറച്ച് പേർക്ക് സമയദോഷമാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കും, അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള തത്വങ്ങൾ. അവിടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് മനസ്സിനെ നിയന്ത്രിച്ച്
ഭാവത്തിലാണ് വിഷ്ണു. അങ്ങനെയുള്ള വ്യക്തിയുടെ പാദത്തിലാണ് ഐശ്വര്യമുള്ളത്, അല്ലെങ്കിൽ അവരിലാണ് ഐശ്വര്യം വരുന്നത്. അതാണ് ലക്ഷ്മി വിഷ്ണുവിനോടൊപ്പം നിൽക്കുന്നത്. ഇങ്ങനെയുള്ള ആ തത്വബോധത്തിൽ നിന്ന് ഈശ്വരനെ അറിയണം. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് അത് ഗുണപ്രദമായി മാറുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ശരി, ഇവിടെ ഈ സുകന്യ ആ വാക്കാണല്ലോ നമ്മളിവിടെ വരെ വന്നത് അല്ലേ? അവിടെ നിന്ന് വന്നപ്പോൾ നമ്മൾ ഈശ്വരൻ എത്രയാണെന്ന് ചോദിച്ചത്. ഇനി എത്രയാണ് ഈശ്വരനുള്ളത്? ഒന്നേ ഉള്ളൂ. ആ ഒരു ഈശ്വരനെ പല പേരിലും പല പ്രവൃത്തിയിലും എളുപ്പത്തിലൊക്കെ പറഞ്ഞു നമ്മുടെ സമയം അനുസരിച്ച്. അവിടെ നമ്മൾ സ്വർണം എന്ന വസ്തു ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? ഈ സ്വർണത്തെ ചെയിനാക്കി കഴുത്തിലിടുമ്പോൾ അതിന് എന്ത് പറയും? മാല എന്ന പേര് പറയും. ഇതേ സ്വർണം തന്നെ ഉരുക്കി, സ്വർണം ഇന്നത്തെ കാലത്ത് പറയാൻ തന്നെ പാടുള്ളൊരു പ്രശ്നമാണ്. ഒന്ന് വില കൊണ്ടു ഇല്ലേ, രണ്ട് ചർച്ച ചെയ്യുന്ന മുഴുവൻ സ്വർണം മുക്കിയതും വരച്ചതും ചെമ്പായി നോക്കിയാ. അപ്പോ ഇതേ സ്വർണം തന്നെ നമ്മൾ റിങ്ങാക്കി കയ്യിൽ വെച്ചാലോ, കയ്യിൽ ധരിച്ചാൽ എന്ത് പറയും? വള എന്ന് പറയും. ഇതിനെ ചെറിയ റിങ്ങാക്കി വിരലിൽ ധരിച്ചാലോ മോതിരം എന്ന് പറഞ്ഞു ഇല്ലേ? ഇതിനെ നമ്മൾ കുറച്ചുകൂടി വലിയ ചെയിനാക്കി അരയിൽ കെട്ടിയാലോ അരഞ്ഞാണോ എന്ന് പറഞ്ഞു. അപ്പൊ ഇതിന്റെ പേര് മാറിയില്ലേ? മാറിയോ? ഇതിന്റെ രൂപം മാറിയില്ലേ? ആരെങ്കിലും മോതിരം എടുത്ത് അരഞ്ഞാണോ എന്ന് പറഞ്ഞ് അകത്ത് കയറാൻ നോക്കുവോ? അതിന്റെ രൂപം മാറി ഇല്ലേ? അതേ കണക്ക് തന്നെ ഉപയോഗം മാറിയില്ലേ? അപ്പൊ പേര് മാറി, രൂപം മാറി, ഉപയോഗം മാറി. ഇതുപോലെയാണ് പരമമായി ഏകമായ ഈശ്വരൻ. മനസ്സിലല്ലേ? പക്ഷെ ഇതിന്റെ അടിസ്ഥാനമായ സ്വർണത്തിന് മാറ്റം ഉണ്ടോ? ഉണ്ടോ? വളയായപ്പോഴും മാലയായപ്പോഴും മോതിരമായപ്പോഴും സാധനം എന്താ? സ്വർണം തന്നെയാണ്. ഒരേ തൂക്കമുള്ളതുമായിരിക്കാം ചിലപ്പോൾ, പക്ഷെ പേരും ഉപയോഗവും അല്ലേ, രൂപവും ഒക്കെ മാറി. അതുപോലെയാണ് പരമമായ ഈശ്വരൻ. കൃഷ്ണൻ എന്ന പേരില്, ശിവൻ എന്ന പേരില്, ബ്രഹ്മാവ് എന്ന പേരില്, സരസ്വതി എന്ന പേരില്, ലക്ഷ്മി എന്ന പേരില്, പല പേരിൽ അറിയപ്പെടുന്നു. ഇനി അടുത്തൊരു ചിന്ത വെച്ചു നോക്കെ, ഇനി ഈശ്വരൻ ആണാണോ പെണ്ണാണോ? രണ്ടു വർക്കം നമ്മൾ ഇടയ്ക്ക് കാണാറുണ്ട്. അപ്പൊ നമ്മൾ ചിലപ്പോൾ ഒരു അമ്പലത്തിൽ പോകുന്നുണ്ട്, അവിടെ ഈ ചില നാമങ്ങളൊക്കെ ഇപ്പൊ എഴുതി പ്രദർശിപ്പിക്കുന്ന സ്ഥലമുണ്ട്. അപ്പൊ അവിടെ ഇങ്ങനെ അമ്മേ നാരായണ, ദേവി നാരായണ. അപ്പൊ ഒരു കുട്ടി ചോദിക്കുകയാണ് അമ്മയെടുത്ത്, അമ്മ ഈ അമ്മ എങ്ങനെ നാരായണനാവുന്നത്, നാരായണി അല്ലയോ എന്ന് ചോദിച്ചാൽ എന്ത് മറുപടി പറയും? അപ്പോഴേ നമ്മൾ ചെയ്യുന്ന ഒരു വലിയ തെറ്റ് എന്താണെന്നറിയോ? അങ്ങനെയൊന്നും ചോദിക്കല്ലേ മോനെ, ദോഷം കിട്ടും അല്ലേ? കുട്ടിയെ പേടിപ്പിക്കും. നേരെ മറിച്ച് എന്തുകൊണ്ടാണ് അത് പറയുന്നത്? അവിടെ ഈശ്വര സങ്കല്പത്തിന്റെ പൂർണ്ണമായ എനർജി അല്ലെങ്കിൽ പൂർണ്ണമായ ചൈതന്യം ഏകമായതിന് സ്ത്രീയോ പുരുഷനോ എന്ന ഭാവവ്യത്യാസങ്ങളുടെ ഗണനയിൽ പെടുന്നില്ല. ഇനി നമ്മൾ നമ്മുടെ ജന്മം എടുത്തു നോക്കേ. അമ്മയുടെ ഗർഭപാത്രത്തിനുള്ളിൽ നമ്മൾ രൂപപ്പെട്ടപ്പോ നമ്മൾ ആദ്യമേ ആണായിരുന്നോ പെണ്ണായിരുന്നോ? കൃത്യമായി പറഞ്ഞ ആണല്ല പെണ്ണല്ല, അടിപൊളി രൂപം എന്ന് പറയേണ്ടി വരും. എന്താ കാരണം? അമ്മയുടെ ഗർഭപാത്രത്തിൽ രൂപപ്പെടുമ്പോ ആ അമ്മയിൽ നിന്നുണ്ടായ അണ്ടവും അച്ഛനിൽ നിന്ന് നിർഗളിച്ചു വന്നിട്ടുള്ള ആ ബീജവും തമ്മിൽ കൂടിച്ചേരുമ്പോൾ ആദ്യം ഒരു മാംസപിണ്ഡം മാത്രമാണ് അല്ലേ? ഒരു വസ്ത്രാകൃതിയിലുള്ള ഒരു മാംസപിണ്ഡം മാത്രമാണ്. ആ മാംസപിണ്ഡം ആദ്യത്തെ അവയവം ശിരസ് രൂപപ്പെട്ട് അത് കഴിഞ്ഞ് കൈകാലുകളൊക്കെ രൂപപ്പെട്ട് വന്നതിന് ശേഷം, മനസ്സിലായില്ലേ, ഏതാണ്ട് ലിംഗഭാവം രൂപപ്പെട്ട് വരുന്നത് 1.5 മാസം കഴിഞ്ഞിട്ടാണ്. 1.5 മാസം കഴിഞ്ഞ് 2 മാസത്തിനിടയ്ക്കുള്ള കാലഘട്ടത്തിലാണ് ആ മാംസപിണ്ഡം ആണാണോ പെണ്ണാണോ എന്ന് പോലും വേർതിരിയുന്നത്. അപ്പൊ അതുവരെയും യഥാർത്ഥത്തിൽ എന്താ? മനസ്സിലായോ? അതുവരെ. അതുകൊണ്ടാണ് ഭ്രൂണ പരിശോധനയൊക്കെ നടത്തുമ്പോ ഈ 2.5 മാസം കഴിഞ്ഞ് അല്ലേ അങ്ങനെയല്ലേ നടത്തുന്നത്? കാര്യം എന്താ? 1-ാമത്തെ മാസം ഭ്രൂണ പരിശോധന നടത്തിയാൽ കണ്ടുപിടിക്കാനൊന്നുമില്ല. മനസ്സിലായി? പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. ആണെന്നും പറയാൻ പറ്റില്ല, പെണ്ണെന്നും പറയാൻ പറ്റില്ല. അപ്പം മൂലസ്വരൂപത്തില് സ്ത്രീത്വ ലിംഗത്വ പുരുഷലിംഗഭാവങ്ങളില് അർത്ഥമില്ല. അപ്പം ഏകമാർന്ന ഒരു തത്വം എന്നുള്ള നിലയിൽ പരിപൂർണമായി ഈശ്വരൻ ഏകമാണ്, ഒന്നാണ്. സംശയമില്ലല്ലോ. ഇത് തന്നെ അനവധി ഉദാഹരണങ്ങൾ പറയാം. ഇപ്പൊ മണ്ണ് കൊണ്ട് കട്ട ഉണ്ടാക്കുന്നുണ്ട്, പ്രതിമ ഉണ്ടാക്കുന്നുണ്ട്, ഇപ്പൊ ഇരിക്കുന്ന ഈ ചട്ടി ഉണ്ടാക്കുന്നുണ്ട് അല്ലേ, ഓടുണ്ടാക്കുന്നുണ്ട് അല്ലേ, പലതും ഉണ്ടാക്കാറില്ലേ? പല പേരിലും പല ഉപയോഗത്തിലും ഒക്കെ ഉപയോഗിക്കും. പക്ഷെ ഇതിന്റെ എല്ലാ അടിസ്ഥാന വസ്തു എന്താ? മണ്ണാണ്. പക്ഷെ നമ്മൾ ആ ചട്ടിക്കകത്ത് നമ്മൾ മണ്ണിനെയല്ല കാണുന്നത്, ചട്ടി എന്ന് പറഞ്ഞ് നമ്മൾ കാണും അല്ലേ? മനസ്സിലായില്ലേ? കട്ടയെ കാണുമ്പോൾ നമ്മൾ മണ്ണെന്ന് കാണുന്നത് കട്ടയെന്നാണോ? കട്ടയാണ്. ഓടിനെ കാണുമ്പോൾ ഓടനെ കാണും. ഇതുപോലെയാണ് അത് കൃഷ്ണൻ, ഇത് ശിവൻ, ഇത് ബ്രഹ്മാവ്. മനസ്സിലായില്ലേ? ഉള്ളിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി തത്വവിചാരം നടത്തി ചെല്ലുമ്പോൾ എല്ലാം ഒന്നാണെന്ന ബോധത്തിലേക്ക് നമ്മൾ എത്തും. ഈ ഉള്ളിലേക്ക് ഇറങ്ങുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കർമ്മം എന്ന് നമ്മൾ ചിന്തിക്കാം. ശരി, ഇവിടെ സുകന്യ, നല്ല കന്യക എന്നുള്ള നിലയിൽ ആ പെൺകുട്ടിക്ക് പേര് കൊടുത്തു എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വന്ന വിഷയം.